വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. SRPVക്ക് പാർട്ട് 2. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കണ്ടു കാണും, പഠിക്കുക. പഴയ വീഡിയോയിലും ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, കമൻറ്റും എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 1. A 30, B -30, P is any point. P is any point on 16x square plus 25y square that is equal to 400. Then PA plus PB. Find PA plus PB. ഇതാണ് കാണേണ്ടത്. ഇത് നമുക്ക് ഇതേത് ഫോമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എലിപ്സാണ്. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ 400. നമുക്ക് എന്ത് കിട്ടും? x² / 16 × 25 plus y² / 16. ഇതേത് ഫോമായി? x² / a² plus y² / b² is equal to 1. a5 b4. നമുക്കിതിൻ്റെ സി എന്താണെന്ന് നോക്കാം. √(a² - b²) that is 25 - 16 9 ± 3. അപ്പോൾ ഇവിടെ ഫോക്കൈ ആണ് ശരിക്കും എന്ത് വരുന്നത്? -30 and 30. ഈ പോയിൻ്റാണ് നമുക്കിവിടെ എയും ബിയും ആയിട്ട് ഇൻഡയറക്റ്റായിട്ട് തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് ഒരു എലിപ്സിന്ന് അപ്പം അതിൽ ഒരു പോയിൻറ്റും ഈ രണ്ട് ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സം, അതാണല്ലോ ഇവിടെ കാണേണ്ടത്. PA plus PB. ഇവിടെ ഇത് എയും ഇത് ബിയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ A B. PA plus PB എന്ന് പറഞ്ഞപ്പോഴും എന്തായിരിക്കും അറിയോ? 2A. A എന്ന് പറഞ്ഞാൽ എന്താ? 2A എന്താ? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അല്ലേ? ഇവിടെ A എന്ന് പറഞ്ഞാൽ എത്ര? 5. ഈ കിട്ടിയ ഫോക്കസ് തന്നെയാണ് ഈ തന്നിരിക്കുന്ന പോയിന്റ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? PA plus PB is equal to 2A. that is 2 × a² ആണ് 25. A എത്ര കിട്ടും? A5. 2 × 5 10. ജനറൽ ഫോം ഇതാണ്. നമുക്കറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ എഴുതാണ്. x² / a² plus y² / b² is equal to 1. Question number 2. If n factorial comma 3 × n factorial and n plus 1 factorial are in GP geometric progression, then n factorial comma 5 × n factorial and n plus 1 factorial are in. 4 ഓപ്ഷൻസ് ഉണ്ട്, അതും കൂടെ ഞാൻ എഴുതുന്നില്ല. AP, GP, നോട്ട് ഇൻ AP, നോട്ട് ഇൻ GP എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇഫ് A, B, C ആർ ഇൻ GP നമുക്ക് എന്തറിയാം? b² is equal to AC. ABC ആർ ഇൻ GP, b² is equal to AC. ഇവിടെ ബിയുടെ സ്ഥാനത്ത് എന്താ? 3 × n factorial. 3² 9. n factorial the whole square. n factorial × n fact. AC A n factorial, C n plus 1 factorial. ഇത് എഴുതുമ്പോൾ ഒരു കാര്യം പറയും. ഇപ്പം 4 factorial നിങ്ങൾക്കറിയാമല്ലോ. 1 × 2 × 3 × 4, അല്ലെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിൽ 4 × 3 × 2 × 1. നമുക്കിവിടെ 4 അതേപോലെ എഴുതിയിട്ട് 3 × 2 × 1 നമുക്ക് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ 4
അതേപോലെ എഴുതുക, 1 കുറയ്ക്കുക 3, എന്നിട്ട് ഫാക്ടോറിയൽ കൊടുക്കുക. ഇതിന് ഇനി വേണമെങ്കിൽ 4 × 3 × 2 ഫാക്ടോറിയൽ ഒന്നുകൂടെ കുറച്ചിട്ട് അങ്ങനെ എഴുതുക. ഇത് ഇവിടെ ഒരു n ഫാക്ടോറിയൽ കട്ടാവും. ഇവിടെ n+1 ഇത് വലുതാണ്. അപ്പം നമുക്കിപ്പം പറഞ്ഞ രീതിയിൽ നമുക്ക് ബാക്കിലോട്ട് എഴുതാം. n+1 അതേപോലെ എഴുതുക. n+1 - 1 എന്ത് കിട്ടും? n ഫാക്ടോറിയൽ. ഇത് ക്യാൻസലാവും അല്ലേ? നമുക്ക് എന്ത് കിട്ടി? n+1 = 9. സോ n = 8. ഇനി അത് നമുക്കിവിടെ കൊടുത്തിട്ട് അത് AP ആണോ DP ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. n+1 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? n+1 × n ഫാക്ടോറിയൽ. ഇത് രണ്ടും കട്ടാം. ഇനി ഈ മാസം കുറച്ച് കൂടുതൽ വീഡിയോസ് ഇടാം. അടുത്ത മാസം കണ്ണ് ഓപ്പറേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ചിടയ്ക്ക് വീഡിയോസ് അധികം ഇടാൻ പറ്റത്തില്ല. n എത്ര കിട്ടി നമുക്ക്? 8. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 8 ഫാക്ടോറിയൽ 5 × 8 ഫാക്ടോറിയൽ 8 + 1 9 ഫാക്ടോറിയൽ. ഓക്കെ. അപ്പോൾ ഇത് AP-യിലാണോ ആദ്യം ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് GP നോക്കാം. AP ആണെങ്കിൽ നമുക്കറിയാം 2B = A + C. 2 × 5 × 8 ഫാക്ടോറിയൽ. 2 × 5 നമുക്ക് ഇൻറ്റു ചെയ്യാം 10. 8 ഫാക്ടോറിയൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുപോലെയാണ്. ഇനി നമുക്ക് A + C ആണോ എന്ന് ചെക്ക് ചെയ്യാം. 8 ഫാക്ടോറിയൽ + 9 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ അതേപോലെ എഴുതാം. 9 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 9 × 8 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ നമുക്ക് കോമൺ എടുക്കാം. 8 × 8 ഫാക്ടോറിയൽ × 10. ഫാക്ടോറിയൽ × 10. നോക്കിയത് കിട്ടിയല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? 2 × മിഡിൽ ടേം 2B = A + C ഫോമിൽ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? n ഫാക്ടോറിയൽ 5 × n ഫാക്ടോറിയൽ ആൻഡ് n+1 ഫാക്ടോറിയൽ. ദാറ്റ് നമ്പേഴ്സ് ആർ ഇൻ AP. ഇതാണ് ആൻസർ. ദീസ് നമ്പേഴ്സ് ആർ ഇൻ AP. ഇതാണ് ആൻസർ. Question number 3. The set of points of discontinuity of the function 1/log mod x in capital R. Logarithm is defined for only positive numbers, means greater than 0. ഇപ്പോൾ 0ക്ക് ഡിഫൈൻഡ് അല്ല. ഇപ്പം നമുക്ക് ഒരു പോയിൻ്റ് എന്ത് കിട്ടി? ഡിസ്കണ്ടിന്യൂറ്റിക്ക് 0. ഇനി log 1ൻ്റെ വാല്യൂ എന്താ? 0. 1/0 ഇൻഫിനിറ്റി. ഇനി ഇവിടെ അബ്സൊല്യൂട്ട് വാല്യൂ ആണ്. അപ്പോൾ എക്സിന് നമ്മൾ -1 കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? +1. log 1 എന്താ? 0. അപ്പോൾ ഇവിടെ ആൻസർ സെറ്റ് സിമ്പിൾ ഇട്ടാണ് തന്നിട്ട് -1 0 1. ഇവിടെ മോഡ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് വരും? 2 പോയിൻ്റേ വരത്തുള്ളൂ, 0 1. കാരണം -1 ഇവിടെ അബ്സൊല്യൂട്ട് വാല്യൂ ഉള്ളത് കൊണ്ടാണ് അല്ലേ? -1ൻ്റെ അബ്സൊല്യൂട്ട് വാല്യൂ 1. അപ്പോൾ അങ്ങനെയും വരാം. ഇവിടെ 3 പോയിൻറ്റ്സ്. ഇപ്പം ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് എഴുതണം? 3. ഇവിടെ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ആൻസർ -1 0 1. സെറ്റായിട്ട് തന്നെ നമ്മൾ ആൻസർ. ഇങ്ങനെയാണ് ഓപ്ഷനും ഉള്ളത്. Let y is equal to cos inverse 2 cos x minus 3 sin x by √13. Find
y dash. Y dash means dy by dx. Y is equal to cos inverse. നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. 2/√13 cos x, 3/√13 sin x. നമുക്ക് 2/√13 cos ആൽഫ ആയിട്ട് അസ്യൂം ചെയ്യാം. കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. √13 മൈനസ് 4. √13 സ്ക്വയർ 30. 13 മൈനസ് 4 9. 9ൻ്റെ റൂട്ട് 30. ഇതിൽ സൈൻ ആൽഫ എന്ത് വരും? 3/√13. y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ് ആൽഫ കോസ് എക്സ് മൈനസ് സൈൻ ആൽഫ സൈൻ എക്സ്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്താ? കോസ് എ പ്ലസ് ബി. കോസ് ആൽഫ കോസ് എക്സ് മൈനസ് സൈൻ ആൽഫ സൈൻ എക്സ്. ആൽഫ പ്ലസ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് ആൽഫ പ്ലസ് എക്സ്. ആൽഫയെ നമുക്ക് എന്തെഴുതാം? സൈൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് 2/√13 പ്ലസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റൻറ്റ് 0. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1. സോ y dash ഈസ് ഈക്വൽ ടു 1. ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റൻറ്റ്, കാരണം ഇതിനകത്ത് എക്സ് ഇല്ല, അപ്പോൾ അത് 0. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. Question number 5. The simplest form. Two divided by 2 divided by root of 2 plus 2 plus. നമുക്കിതിൽ 2 കോമൺ എടുക്കാമല്ലോ. 2 ഇൻറ്റു ഇതിൻ്റെ ബ്രാക്കറ്റ് 1 പ്ലസ് കോസ് 4x. ടു ഇൻറ്റു 1 പ്ലസ് കോസ് 2a എന്താ? 2 കോസ് സ്ക്വയർ a. 1 മൈനസ് കോസ് 2a ആണെങ്കിൽ 2 സൈൻ സ്ക്വയർ a. ഇവിടെ 4ൻ്റെ ഹാഫ് കോസ്. 4ൻ്റെ ഹാഫ് എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 കോസ് സ്ക്വയർ എക്സ്. സോറി, 2 കോസ് സ്ക്വയർ 2x. ഇവിടെ 2 ഉണ്ട് കേട്ടോ. വീണ്ടും നമുക്ക് എന്ത് കോമൺ എടുക്കാം? 2 കോമൺ എടുക്കാം. 2 ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ 2x. സോറി, 2ൻ്റെ റൂട്ട് 2. കോസ് സ്ക്വയർഡ് 2xൻ്റെ റൂട്ട് കോസ്. വീണ്ടും ഏത് കോമൺ എടുക്കാം? 2 കോമൺ എടുക്കാം. 1 പ്ലസ് കോസ് 2xനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 കോസ് സ്ക്വയർ എക്സ്. ഒരു 2 കോമൺ എടുക്കാം, കോസ് എക്സ്. 2 ഇൻറ്റു 1 പ്ലസ് കോസ് എക്സിനെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. എപ്പോഴും ആംഗിള് ഹാഫായി വരും. 2 divided by 2 cos x by 2. 1 by cos x by 2 cancel. That is sec x by 2. x square minus ax plus b is equal to 0. x square minus bx plus q is equal to 0. Have a root.
in common, have a common root. And second equation has equal roots. Equal roots in the condition in the b square minus 4ac 0 അല്ലേ. Then 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് പോയി. ഫസ്റ്റിൽ നമുക്ക് രണ്ടിനും കോമൺ ആയിട്ടൊരു റൂട്ടുണ്ടെന്ന്. ലെറ്റ് ആൽഫ ബി ദ കോമൺ റൂട്ട്. നിങ്ങൾക്കിപ്പോൾ സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല, എന്നാലും നമുക്കൊന്ന് എങ്ങനെ കിട്ടിയെന്നൊന്ന് അറിയണമല്ലോ. ഇവിടെ ആൽഫ സ്ക്വയർ മൈനസ് എ ആൽഫ. ആൽഫ റൂട്ടാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് ആൽഫ കൊടുക്കാമല്ലോ. റീപ്ലേസ് എക്സ് ബൈ ആൽഫ പ്ലസ് ബി. ആൽഫ സ്ക്വയർ മൈനസ് പി ആൽഫ പ്ലസ് ക്യൂ. ആൽഫ സ്ക്വയർ ക്യാൻസൽ, നമുക്ക് കോമൺ എടുക്കാം. ആൽഫ ഇൻറ്റു പി മൈനസ് എ ക്യൂ മൈനസ് ബി. ആൽഫ ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ബി ബൈ പി മൈനസ് എ. ആൽഫ ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് എ ബൈ. സെക്കൻഡ് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 0. റൂട്ട്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ബി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 4ac അല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac 0. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4q. ഇവിടെ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4q. ആൽഫ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മുകളിലോട്ടൊന്ന് എഴുതി വയ്ക്കട്ടെ. ആൽഫ ഇസ് ഈക്വൽ ടു ബി മൈനസ് ക്യൂ ബൈ എ മൈനസ് ബി. കാരണം അത്ര ഇങ്ങോട്ട് ശരിയാ. ഇതിൻ്റെ റൂട്ട്സ് നമുക്കറിയാം. കോമൺ റൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൽഫ രണ്ടിനും ഉണ്ട് അല്ലേ, ഫസ്റ്റിനും ഉണ്ട് സെക്കൻഡിനും ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷന് എന്താ പറയുന്നത്? സെക്കൻഡ് ഇക്വേഷൻ ഹാവ് ഈക്വൽ റൂട്ട്സ്. ഇപ്പോൾ ആൽഫ കോമ ആൽഫ എന്ന് എടുക്കാമല്ലോ. 2 ആൽഫ സം ഓഫ് റൂട്ട്സ് എന്താ? മൈനസ് ബി ബൈ എ. ആൽഫ എന്ത് കിട്ടും? പി ബൈ 2. ആൽഫ സ്ക്വയർ എന്ത് കിട്ടും? ആൽഫ ഇൻറ്റു ആൽഫ സി ബൈ എ. ഇപ്പം നമുക്കിവിടെ ആൽഫ ഇസ് ഈക്വൽ ടു ബി മൈനസ് ക്യൂ ബൈ എ മൈനസ് പി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫയ്ക്ക് പകരം പി ബൈ 2 കൊടുക്കാം. ബി മൈനസ് ക്യൂ ബൈ എ മൈനസ് പി. എ പി മൈനസ് പി സ്ക്വയർ 2b മൈനസ് 2. അപ്പോൾ ഇവിടെ പി സ്ക്വയർ ആൽഫ സ്ക്വയർ. ആൽഫ എന്ന് പറയുമ്പോൾ പി ബൈ 2. പി ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്താ? ക്യൂ ആണ്. പി ബൈ 2 പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4q. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ. പി ഇൻറ്റു നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉള്ളത് എ പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി പ്ലസ് ക്യൂ. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. എ പി മൈനസ് പി സ്ക്വയറിന് പകരം 4q. 3-4 ഓപ്ഷനുണ്ട്. ഞാൻ ഓപ്ഷൻസ് എല്ലാം എഴുതിയില്ല. ഈ ഒരു സ്റ്റെപ്പ് ആവശ്യമില്ല, നമ്മളിവിടെ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് എ പി ഇസ് ഈക്വൽ ടു എ പി 2b മൈനസ് 2q പ്ലസ് 4q. ദാറ്റ് ഈസ് 2b പ്ലസ് 2q. 2 ഇൻറ്റു ബി പ്ലസ് ക്യൂ. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ്. എ പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി പ്ലസ് ക്യൂ.
അപ്പോൾ ആൽഫ നമ്മൾ രണ്ടിനും കോമൺ ഉണ്ട്. സെക്കൻഡ് ഇക്വേഷന് ഈക്വൽ റൂട്ട്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആൽഫ കോമ ആൽഫ. അപ്പോൾ അതിൽ ആൽഫ എന്ത് കിട്ടും? p/2. പിന്നെ ആൽഫയ്ക്ക് വരെ നമ്മൾ p/2 കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. p² എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ്? 4q. അത് നമ്മൾ ഈക്വൽ റൂട്ട്സിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. b² = 4ac. Question number 7. The roots of the algebraic equation x³ plus x² plus x plus 1. ഇതിൽ x³ plus x² ഏത് കോമൺ എടുക്കാം? x². ഇതിലൊന്നും കോമൺ ഇല്ല. 1 × x plus 1. x plus 1 0 ആണെങ്കിൽ നമുക്കറിയാമല്ലോ എക്സിൻ്റെ വാല്യൂ എന്താ? -1. x² plus 1 ആണ് 0 വരുന്നതെങ്കിൽ x² = -1. That is x = +or - i. So roots are -1, -i, positive i. Let a, b, c be real numbers with a not equal to 0. And let alpha, beta be the roots of ax² plus bx plus c is equal to 0. Then a³ x² abc x നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്താ? -b/a. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു c/a. ഇതിൻ്റെ സെക്കൻഡ് ഇക്വേഷൻ്റെ സം ഓഫ് റൂട്ട്സ് ഒന്ന് നോക്കാം. സം ഓഫ് റൂട്ട്സ് ഓഫ് സെക്കൻഡ് ഇക്വേഷൻ -b/a -bc/a². ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -b/a × c/a. -b/aക്ക് പകരം എന്തെഴുതാം? ആൽഫ പ്ലസ് ബീറ്റ. ഇത് ആൽഫ ബീറ്റ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് α² ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ സ്ക്വയർ. ഈ സെക്കൻഡ് ഇക്വേഷൻ്റെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഓഫ് സെക്കൻഡ് ഇക്വേഷൻ c/aq c/a the whole cube. c/a എന്താ? ആൽഫ ബീറ്റ. α³ β³ നമുക്ക് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. α² ബീറ്റ × ആൽഫ ബീറ്റ². എന്തിനാ നമ്മളങ്ങനെ കണക്ട് ചെയ്തത്? ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. നോക്കി, ഇത് 2 റൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ സമ്മാണ് നമുക്കിത് കിട്ടിയത് അല്ലേ? ഇതിൻ്റെ തന്നെ പ്രോഡക്റ്റാണ് ഇത് കിട്ടിയത്. അപ്പോൾ റൂട്ട്സ് ഓഫ് ദ സെക്കൻഡ് ഇക്വേഷൻ എന്താ? Therefore roots of second equation α² ബീറ്റ, ആൽഫ ബീറ്റ². അടുത്ത വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടിയാൽ വരാം. എല്ലാവരും ചെയ്ത് പഠിക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം.
എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ താങ്ക്സ്. ഓക്കെ.